നമ്മുടെ ഇ ജയരാജൻ സഖാവിനെ പോലെ ഓൺ ദ സ്പോട്ട് ശിക്ഷാ നടപടിക്ക് വിധേയനായ അല്ലെങ്കിൽ വിധേയരായ നേതാക്കളാരും കേരളത്തിലെ CPM ഉണ്ടാവില്ല. അതുപോലെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ നടുറോഡിൽ വെച്ച് പരസ്യമായി ശാസിക്കുന്നതും ഇതാദ്യമാണ്. CPM സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചില രീതികളുണ്ട്. അതിനെ പാർട്ടി രീതികൾ എന്നാ പറയുക. അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. ഒരാൾക്ക് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുന്നത് മുതൽ ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന പാർട്ടി രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. പക്ഷെ ഇവിടെ ജയരാജൻ സഖാവിനെ ശിക്ഷിച്ച കാര്യത്തിൽ ഇതൊന്നും ദീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഈ പാർട്ടി രീതികളൊന്നും ബാധകമായില്ല. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജയരാജൻ പാർട്ടിയിലെ ഒരു ചരിത്ര പുരുഷനായി മാറിയിരിക്കുകയാണ്. BJPയുടെ കേരള സംസ്ഥാനത്തെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ ആക്കുളത്തുള്ള ജയരാജൻ സഖാവിൻ്റെ മകന്റെ ഫ്ലാറ്റിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നതിന് കാരണമായിരിക്കുന്നത്. അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കുന്നതിന് കാരണമായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജാവദേക്കർജി അതുവഴി വെറുതെ പോയതാ. ആക്കുളം വഴി. ആക്കുളം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ. ഒരുപക്ഷെ ആക്കുളത്ത് 5-10 സെന്റ് സ്ഥലം വാങ്ങാനുള്ള സാധ്യത അന്വേഷിച്ചു പോയതായിരിക്കാം. നമ്മുടെ ദല്ലാഡ്ജി നന്ദകുമാറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ ആക്കുളത്തെ ഏതെങ്കിലും ഒരു കേന്ദ്ര ടൂറിസം വികസന പദ്ധതിയിൽപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നതിനോ അല്ലെങ്കിൽ അതേപ്പറ്റി പഠിക്കുന്നതിനോ സ്ഥലം കാണുന്നതിനോ ഒക്കെ പോയതായിരിക്കാം. പോകുന്ന വഴിയിൽ നിരത്തുവക്കിൽ ഒരു ഇളനീര് കുടിക്കാൻ ഇറങ്ങിയതാ. അപ്പോൾ ഈ കരിക്ക് വിട്ടുന്ന ചെക്കൻ പറഞ്ഞു, പ്രഭാരിജി, നമ്മുടെ ജയരാജൻജി ഇതാ ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഓഹോ, ഹമാര കോമ്രേഡ് ജയരാജൻജി ഇതർ രഹ്താ ഹേ എന്ന് നമ്മുടെ ജാവദേക്കർജി ആശ്ചര്യം കൂറുകയും, എന്നാൽ പിന്നെ ദല്ലാൾജി നമുക്കൊന്ന് കയറി പോകുന്നതല്ലേ ഭംഗി, അദ്ദേഹത്തെ കണ്ടിട്ട് പോകുന്നതല്ലേ ശരി എന്ന് നന്ദകുമാർജിയോട് പറയുകയും അനന്തരം അവർ ഇരുവരും ചേർന്ന് ഈ ഫ്ലാറ്റിലെത്തി നമ്മുടെ ജയരാജൻജിയെ കാണുകയും ചെയ്തു. ഇതാണ് വാസ്തവത്തിൽ നടന്നത്. ഇതിൻ്റെ പേരിലാണ് ഈ വലിയ പുകലും പുക്കാറും ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായി തെറ്റുപറ്റിയെന്ന് വിചാരിക്കുക എങ്കിൽ തന്നെ നമ്മുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ. ഒരു CC മെമ്പറോട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, പാർട്ടി രീതി. അതനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കേണ്ടത്. ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യുന്നു, നടന്നതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ വിവേചിച്ച് മനസ്സിലാക്കുന്നു. അവസാനം നിങ്ങൾക്ക് എന്ത് നടപടി വേണമെങ്കിലും എടുക്കാം. പാർട്ടിയിൽ രഹസ്യമായി ശാസിക്കാം, അല്ലെങ്കിൽ പരസ്യമായി ശാസിക്കാം, തരം താഴ്ത്താം, അല്ലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം. എന്തു നടപടിയും എടുത്തോളൂ. പക്ഷേ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട രീതിയിൽ ചെയ്തിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ പോളിംഗ് ബൂത്തിൽ വോട്ടും ചെയ്തേച്ച് വന്നിട്ട് റോഡിൽ വെച്ച് നിരത്തുവക്കത്ത് വെച്ച് നമുക്കെതിരെയുള്ള ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുക സങ്കടകരമായി പോയി. ആദ്യത്തെ പിണറായി സർക്കാരിലെ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഒരു ബന്ധു നിയമനം. ഒരു ചിറ്റപ്പന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുടുംബപരമായ ഒരു ബാധ്യത നിറവേറ്റിയതായിരുന്നു. പക്ഷെ അത് പിടിക്കപ്പെട്ടു. അന്വേഷണമായി, പാർട്ടി ചർച്ചയായി. അവസാനം കുറ്റക്കാരനാണെന്ന് പാർട്ടി കണ്ടുപിടിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി സഖാവും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി സഖാവും കൂടെ ചേർന്നാണ് ഇത് നാട്ടുകാരോട് പറഞ്ഞത്. അല്ലാതെ റോഡ് വക്കത്തായിരുന്നില്ല. അങ്ങനെയല്ലേ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് പാർട്ടി ചെയ്യേണ്ടത്? ഇതൊക്കെ കാണുമ്പം പലതും ചോദിക്കാൻ നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഈ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലേ VS സഖാവ് KK രമയുടെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിച്ചത്? അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചില്ലേ? എന്നിട്ട് ആരെങ്കിലും അദ്ദേഹത്തെ പരസ്യമായിട്ട് ശാസിച്ചോ? അതൊക്കെ പോട്ട്. VP സിംഗിന്റെ കാലത്ത് നമ്മുടെ EMSഉം ഒപ്പം ജ്യോതിബസുവും ചേർന്നല്ലേ ലാൽകൃഷ്ണ അദ്വാനിയോടും വാജ്പേയിയോടൊപ്പം എല്ലാ വ്യാഴാഴ്ചകളിലും അത്താഴം കഴിച്ചിരുന്നത്? ആ സർക്കാരിന്റെ VP സർക്കാരിന്റെ കാലത്ത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ
LK അദ്വാനി ഇവിടെ വന്ന് ഇവിടുത്തെ പല CPM നേതാക്കൾക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടില്ലേ? ഇനി ഏറ്റവും അവസാനം ആരുടെ ഫ്ലാറ്റിൽ വെച്ച് ആരോട് സംസാരിച്ചിട്ടാണ് ഈ ലാവ്ലിൻ കേസിലെ വിചാരണ CBIയുടെ ആവശ്യമനുസരിച്ച് സുപ്രീം കോടതി 50 60 തവണ നീട്ടിവെച്ചിട്ടുള്ളത്? ജയരാജൻ സഖാവിനെ പാർട്ടിക്കുള്ളിൽ കൈപിടിച്ചുയർത്തിയത് MV രാഘവനായിരുന്നു. നമ്മുടെ ബദൽ രേഖയുടെ ഉപജ്ഞാതാവായ MV രാഘവൻ ജയരാജനെ KSYFന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയതും പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആക്കിയതും ഞാനാണെന്ന് പറഞ്ഞാൽ എതിരാളികൾ പോലും അത് സമ്മതിച്ചു തരുമെന്ന് ഒരു ജന്മം എന്ന തൻ്റെ ആത്മകഥയിൽ MV രാഘവൻ വിവരിച്ചിട്ടുണ്ട്. KSYF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ DYFIയുടെ ആദ്യ രൂപമാണ്. അതിനുശേഷം അദ്ദേഹം DYFIയുടെ ദേശീയ പ്രസിഡന്റായി, ആദ്യത്തെ ദേശീയ പ്രസിഡന്റ്. രണ്ടാമത്തെ ദേശീയ സമ്മേളനം കോഴിക്കോട് ചേർന്നപ്പോൾ ജയരാജൻ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, അല്ലെങ്കിൽ സംഘടനയുടെ കമ്മിറ്റികളിൽ അദ്ദേഹം പതിവായി പങ്കെടുക്കുന്നില്ല എന്നീ കാരണങ്ങൾ പറഞ്ഞ് അന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന PB അംഗമായ ബസവപുന്നയ്യ ജയരാജനെ ആ സ്ഥാനത്ത് നീക്കണമെന്ന് വാശി പിടിച്ചു അദ്ദേഹത്തെ മാറ്റിയതും ഈ ആത്മകഥയിൽ MVR പറയുന്നുണ്ട്. ബലരേഖയുമായി വന്ന് MVR പാർട്ടിക്ക് പുറത്തായി. പാർട്ടിയിലെ മെന്ററായിരുന്നു എങ്കിൽ പോലും, രക്ഷകർത്താവായിരുന്നു എങ്കിലും ജയരാജൻ സഖാവ് അന്ന് പാർട്ടിക്കൊപ്പമാണ് നിന്നത്, MVRനൊപ്പം പോയില്ല. 1987 അഴീക്കോട് മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി. അന്ന് അദ്ദേഹം CMP ഉണ്ടാക്കിയിരുന്നു, അത് UDFൽ ചേർന്നു. അപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് MV രാഘവൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചതും ഈ ജയരാജൻ സഖാവിനെയാണ്. തോറ്റുപോയെങ്കിലും പിന്നീട് അവിടുന്ന് ജയിച്ചു. ആ മരണം MV രാഘവനെ വേട്ടയാടിയ CPM പിന്നീട് അഴീക്കോട് സീറ്റിൽ രാഘവന്റെ മകനായ MV നികേഷ് കുമാറിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുകയും ചെയ്തു. അത് മറ്റൊരു ചരിത്രം. ഈ കണ്ണൂരിൽ നടക്കുന്ന RSS CPM സംഘർഷങ്ങളിൽ മുണ്ടും മാടിക്കെട്ടി പ്രവർത്തകരുടെ മുമ്പിൽ ധീരതയോടെ അവരെ നയിച്ചവരിൽ ഒരാളായിരുന്നു EP ജയരാജൻ. ആ കാലത്താണ് കൽക്കട്ടയിൽ നടന്നൊരു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കൊറോമാണ്ടൽ എക്സ്പ്രസിൽ തിരിച്ചു വരുമ്പോൾ തീവണ്ടിയിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു. അതിലൊരു വെടിയുണ്ട ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ആ വെടിവെപ്പ് സംഭവത്തിന് ശേഷം അദ്ദേഹം ഒരു സമാധാന പ്രിയനായി മാറുന്നതാണ് കണ്ടത്. അതുവരെ നിയമസഭയിൽ അദ്ദേഹം CPM നിരകളുടെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു. എതിർഭാഗത്തെ കൈകാര്യം ചെയ്യുന്നതിൽ അഗ്രഗണ്യനായിരുന്നു. പക്ഷേ ഈ വെടികൊണ്ടതിന് ശേഷം അദ്ദേഹം നിയമസഭയിൽ UDFും LDFും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു സമാധാന പ്രിയനായ ഒരു മാടപ്രാവിനെ പോലെ പെരുമാറുന്നതും കണ്ടിട്ടുണ്ട്. പിന്നീട് ദേശാഭിമാനി ദിനപത്രത്തിന്റെ ജനറൽ മാനേജരായി. ആ പദവിയിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ജയരാജൻ സഖാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ജനറൽ മാനേജറായിരിക്കുന്ന കാലത്താണ് വിവാദ വ്യവസായിയായ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 കോടി രൂപ ദേശാഭിമാനി കൈപ്പറ്റിയത്. ഈ സാന്റിയാഗോ മാർട്ടിൻ ഇപ്പോൾ ചില സമകാലീന സംഭവവികാസങ്ങളിൽ കഥാപാത്രമാണ്. നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ പണം ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് നൽകിയവരിൽ ഒരാൾ ഈ സാന്റിയാഗോ മാർട്ടിനാണ്. അന്ന് ദേശാഭിമാനിയുമായി ഇടപാട് നടക്കുമ്പോൾ ജയരാജൻ പറഞ്ഞിരുന്നത് ബോണ്ടായിരുന്നു എന്നാണ്. അന്നും സാന്റിയാഗോ മാർട്ടിന് ബോണ്ടിലായിരുന്നു താല്പര്യം. പക്ഷെ പിന്നീട് അതേക്കുറിച്ച് അന്വേഷണങ്ങൾ വന്നപ്പോൾ, അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഈ ന്യായവാദങ്ങളൊന്നും വില പോയില്ല. അദ്ദേഹത്തിന് ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അതിനു മുമ്പ് അക്കാലത്ത് പാലക്കാട് ഒരു പ്ലീനം നടന്നു. അനഭിമതരായ ആളുകളുമായിട്ടുള്ള ബന്ധം, അത്തരം കാര്യങ്ങളിൽ പാർട്ടി കേഡർമാര് എത്രത്തോളം ജാഗ്രത കാണിക്കണം എന്നൊക്കെ പാർട്ടിയെ ബോധ്യപ്പെടുത്തുന്നതിനും പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുന്നതിനുമായിരുന്നു ഈ പ്ലീനം നടത്തിയത്. പക്ഷേ ജയരാജൻ സഖാവ് എന്താ ചെയ്തത്? ഈ പ്ലീനം തീർന്ന ദിവസം തന്നെ പാലക്കാട് മറ്റൊരു വിവാദ വ്യവസായിയായിരുന്ന ചാക്കു രാധാകൃഷ്ണന്റെ ഒരു ആശംസാ പരസ്യം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീടുണ്ടായ ഈ ബന്ധു നിയമനം, വൈദേകം റിസോർട്സ് എന്നൊക്കെ പറയുന്നത് പുതിയ പുതിയ പതക്കങ്ങളാ, കിരീടത്തിന്മേൽ പതിപ്പിച്ച പുതിയ രത്നക്കല്ലുകളാ. വൈദേകമാണ് ഏറ്റവും പുതിയത്.
ഒരു കുഞ്ഞു റിസോർട്ടാണ് ഈ വൈദേകം എന്ന് പറയുന്നത്. ഭാര്യയുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ച് തട്ടിക്കൂട്ടിയ ഒരു റിസോർട്ട്. അവിടെ ആയുർവേദ ചികിത്സയുടെ ചുമതല വഹിക്കുന്നത് തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഒരു സ്ഥാപനമാണ്. നിരാമയ റിട്രീറ്റ്സ് എന്നോ മറ്റോ ആണ് അതിന്റെ പേര്. ഇത് നമ്മുടെ പാർട്ടിയുടെ ഒരു രീതിയാ. പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്ക് കിട്ടുന്ന റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് എക്സാലോജിക് പോലുള്ള വലിയ IT സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക, അല്ലെങ്കിൽ വൈദേകം പോലെയുള്ള കുഞ്ഞു കുഞ്ഞു റിസോർട്ടുകൾ സ്ഥാപിക്കുക, പിന്നീട് മറ്റ് കമ്പനികളുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുക, ധാരണ ഉണ്ടാക്കുക. എക്സാലോജിക്കും അതാ ചെയ്തത്, KMRL-ലുമായി ഒരു ധാരണ. ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ സ്ഥാപനവുമായി ഒരു കരാറ്. അപ്പൊ ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറാണ്. അതാണ് പാർട്ടി രീതി. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഭാര്യമാരുടെ റിട്ടയർമെന്റ് ആനുകൂല്യം ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക, എന്നിട്ട് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ചില കരാറുകളിൽ ഏർപ്പെടുക. അതാണ് പാർട്ടി രീതി. ഇടയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ കിട്ടിയില്ല. PBയിൽ അംഗമാകാനും മാത്രം വലിയ നേതാവൊന്നുമല്ല എന്ന് പറഞ്ഞ് സ്വയം അങ്ങ് ഒഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ വീണ്ടും മത്സരിക്കാൻ അവസരം കിട്ടുമെന്നും രണ്ടാം പിണറായി മന്ത്രിസഭയിലും അംഗമാകാം എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ സീറ്റ് കൊടുത്തില്ല. പിണറായി അദ്ദേഹത്തിന്റെ പേര് വെട്ടിക്കളഞ്ഞു. ഈ 3 ടേം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ടല്ലോ പാർട്ടിയിൽ, അത് വെച്ചിട്ട് പേര് വെട്ടിക്കളഞ്ഞു. പിണറായി വിജയന് തന്നോടൊരു ഇഷ്ടക്കേടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹവുമായി രമ്യപ്പെടാനും ശ്രമിച്ചതാ. പിണറായി മാത്രമല്ല, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഈ രാജ്യത്തിന്റെ ഐശ്വര്യമാണെന്ന് പലവട്ടം പ്രസംഗിച്ചു. അദ്ദേഹം മഹാനാണെന്ന് പറഞ്ഞു. പിണറായിയേക്ക് മഹാൻ കെ. ഇതൊന്നും പിണറായി കേട്ടില്ല, വേണ്ട രീതിയിൽ അംഗീകരിച്ചുമില്ല. ഇടയ്ക്കൊരു ആശ്വാസ സമ്മാനം പോലെയാണ് ഈ LDF കൺവീനർ സ്ഥാനം നൽകിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുന്നണിയിലെ കൺവീനറായിട്ട് എന്താണ് കാര്യം? വേണമെങ്കിൽ യോഗങ്ങളൊക്കെ വിളിച്ചുകൂട്ടാം, അതിൻ്റെ മിനിറ്റ്സ് എഴുതാം. അതിനപ്പുറത്ത് കൺവീനർക്ക് എന്ത് സ്ഥാനമാണ്, പ്രസക്തിയാണ് ഉള്ളത്? കോടിയേരി സഖാവ് മരിച്ചപ്പോൾ പുതിയ പാർട്ടി സെക്രട്ടറി ആയിട്ട് പരിഗണിക്കുമെന്ന് വിചാരിച്ചതാണ്. അതിനുള്ള സീനിയോറിറ്റി ഉണ്ട്, കഴിവുണ്ട്, പരിചയസമ്പത്തുണ്ട്. പക്ഷേ നമ്മളെക്കാൾ വളരെ ജൂനിയറായ MV ഗോവിന്ദനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. MV ഗോവിന്ദൻ ആരാ? നമ്മൾ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ DYFIയുടെ അന്ന് വെറും സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ ഗോവിന്ദൻ. ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ വടക്ക് നിന്നൊരു കേരള യാത്രയൊക്കെ നടത്തി. എന്തോ കേരള പ്രതിരോധ യാത്ര എന്നോ മറ്റോ ആയിരുന്നു അതിന്റെ പേര്. നമ്മളതിലൊന്നും പങ്കെടുക്കാൻ പോയില്ല. നമ്മളോട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് ഇനി പാർട്ടി പരിപാടികളിൽ സജീവമായി പങ്കെടുക്കണം, കമ്മിറ്റികളിൽ വന്ന് പങ്കെടുക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമാണെന്നുള്ളത്? ആ പ്രതിരോധ യാത്രയിലൊന്നും പോയില്ല. കല്യാശ്ശേരി വീട്ടിൽ തന്നെ ഇരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വിശ്രമാർത്ഥം അവിടെ ഇരുന്നു. പിന്നീട് ആ ജാഥ എറണാകുളത്തെത്തിയപ്പോൾ അവിടെ ചെന്നു. അത് വാസ്തവത്തിൽ നമ്മുടെ ആത്മസുഹൃത്തായ ദല്ലാൾജി നന്ദകുമാർജിയുടെ അമ്മയുടെ ബഹുമാനാർത്ഥം സംഘടിപ്പിച്ച, അവരെ ആദരിക്കാൻ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് ചെന്നത്. അതാണ് ആത്മാർത്ഥമായ സ്നേഹബന്ധം എന്ന് പറയുന്നത്. എത്ര അനാരോഗ്യമാണെങ്കിലും നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അമ്മയുടെ ബഹുമാനാർത്ഥം ഒരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ ക്ഷണിച്ചാൽ പോകും. അതാണ് വ്യത്യാസം. ഇപ്പോൾ പാർട്ടിയിൽ നടപടി വേണം, മുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിയിലെയും മുന്നണിയിലെയും ചില വാനരന്മാർ നടക്കുന്നുണ്ട്. അവര് എന്താ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, വരുന്നത് പോലെ നോക്കാം. പക്ഷേ ജാവദേക്കർ പറഞ്ഞ ഒരു വാക്കാണ് ആശ്വാസം തരുന്നത്. നരേന്ദ്രമോദിജിയുടെ നയങ്ങളിലും പരിപാടികളിലും ആശയങ്ങളിലും വിശ്വസിക്കുന്ന ആർക്കും കടന്നു വരത്തക്ക വിധം BJPയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഒരു ആശ്വാസമായിട്ടുള്ളത്. ഇതിനിടയിലെ ചില കുത്തിത്തിരിപ്പുകാർ, KC വേണുഗോപാല് അല്ലെങ്കിൽ VD സതീശൻ, ഇവരൊക്കെ പിണറായിയുടെ ദല്ലാളായിട്ടാണ് ജയരാജൻ സഖാവ് ജാവദേക്കറെ കണ്ടത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയുന്നില്ല. ശരിയാണോ എന്ന് തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ
ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാവും.